ഹദീസ് നിഷേധം എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ അടിസ്ഥാന വ്യതിയാനം. ഇനി അതിൽ സംസം വെള്ളം പ്രത്യേകമായി ചർച്ച വന്ന വിഷയമാണ്. സംസം വെള്ളത്തിന് നേരത്തൊക്കെ ആദ്യം മൊത്തത്തിൽ പറഞ്ഞു നോക്കി, നമ്മൾ പിന്നാലെ കൂടി അവസാനം പറഞ്ഞെന്താ മഹത്വമൊക്കെ അംഗീകരിക്കുന്നുണ്ട്, സംസമിൻ്റെ മഹത്വമൊക്കെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ അത് ശിഫയാണ്, അതേപോലെ എന്തിനു കുടിച്ചോ അതിന് പര്യാപ്തമാണ്, അതൊക്കെ അങ്ങനെയാണ് പറയാനായിട്ടില്ല. അവിടെ തന്നെയാണ് പ്രശ്നം. ഏതായാലും മൂപ്പര് സമ്മതിച്ചു കഴിച്ചാൽ സംസം മെഡിസിനാണ്. ആയിക്കോട്ടെ, പറയട്ടെ അദ്ദേഹം. അജുവ കാരക്ക കഴിച്ചാൽ സുമ്മ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ്, സുമ്മ ഏൽക്കൂല എന്ന് പറഞ്ഞത് എല്ലാ വിഷങ്ങളും അല്ല, ചില വിഷങ്ങളാണ്. അതെങ്ങനെ എവിടുന്ന പറയാ? അതെവിടുന്ന കിട്ടിയേ? ചില വിഷങ്ങൾ ഏതൊക്കെയാണ് ആ വിഷങ്ങൾ? അജുവ കാരക്ക എന്ന വാക്സിൻ പ്രതിരോധമാണല്ലേ, കാരണം നേരത്തെ കൊടുക്കാനാണ് പറഞ്ഞത്. രാവിലെ കഴിച്ചാൽ പിന്നെ അന്ന് വിഷമേൽക്കൂല, സീർ ബാധിക്കൂല എന്നൊക്കെയാണ്. അപ്പം ഞാൻ നേരത്തെ കഴിക്കണം. ഒരു പോളിയോ പോലെ അല്ലെങ്കിൽ അങ്ങനെ വാക്സിനേഷൻ ഉണ്ട്, അതിന് ഭാഗമായിട്ടുള്ള പരിപാടി. ആയിക്കോട്ടെ, കുഴപ്പമില്ല. അപ്പം കണ്ടോ, അജുവ വാക്സിനാണ്, സംസമോ മെഡിസിനാണ്. സഹോദരൻ, എത്ര വലിയ ഗൗരവമാണ് ആ പദപ്രയോഗം. അല്ലാഹു തആല ഈ ഭൂമി സംവിധാനിച്ച ഖൈറുമാഇൻ, ഏറ്റവും ഖൈറായ വെള്ളമെന്ന് അള്ളാഹിൻ്റെ വഹ്യു പ്രകാരം നബി തങ്ങൾ പറഞ്ഞ കാര്യം, ധാരാളം ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്ന കാര്യം, സ്വഹാബത്ത് മുതൽ ഇങ്ങോട്ട് തർക്കമില്ലാതെ സ്വീകരിച്ചു പോന്ന കാര്യം. മുൻകാല ഇമാമുമാർ, ഞാൻ എൻ്റെ രണ്ടാം ഗണത്തിൽ ലിസ്റ്റ് വായിച്ചുകൊണ്ട് പറഞ്ഞു, സംസം കുടിച്ചു പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ, കിട്ടിയ ഉത്തരങ്ങൾ. അവസാനം ചോദിച്ചാൽ നിങ്ങൾക്ക് എന്തേ കിട്ടിയ? ഞാൻ പറഞ്ഞു, നമുക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്, പക്ഷേ ഈ കണ്ട സ്വഹാബത്ത് മുതൽ കിട്ടിയത് അംഗീകരിക്കാത്ത നിങ്ങൾ പിന്നെ ഞങ്ങൾക്ക് ഇത് അംഗീകരിക്കും എന്നിട്ട് പറയാ ഇതെന്താ വാക്സിനാണ്. സഹോദരൻ, അതൊക്കെ പരിഹാസത്തിൻ്റെ അങ്ങേയറ്റമാണ്. യഥാർത്ഥത്തിൽ നബി തങ്ങൾ പഠിപ്പിച്ചാൽ സമഇനാ വ അത്അനാ. കാരണം വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യൻ യൂഹാ. നബി തങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം സംസാരിക്കുകയില്ല, വഹി അടിസ്ഥാനമാക്കിയിട്ടല്ലാതെ. ഇത് വഹ്യു പ്രകാരം പറഞ്ഞതാണ്. ഇത് വഹ്യു പ്രകാരം പറഞ്ഞതാണ് അജബയുടെ വിഷയവും സംസമിൻ്റെ വിഷയവും. പക്ഷേ അവരതിനെ പരിഹസിക്കുന്നു എന്നു മാത്രമല്ല, മൂപ്പരെ ചോദ്യം എന്താ? അജബ കഴിച്ചാൽ സുമ്മേൽക്കില്ല, വിഷമേൽക്കില്ല. അപ്പം എല്ലാ വിഷം ഏൽക്കില്ല എന്നൊക്കെ പറയണ്ടോ? ചില വിഷം മാത്രമാണോ എന്നാണ് ഹദീസ് പറഞ്ഞത്. സുമ്മുൻ എന്ന ആമായ പ്രയോഗമാണ്, ആമായ പൊതുവായ പ്രയോഗമാണ് സുമ്മുൻ വലാ സിഹ്റുൻ എന്ന് പറഞ്ഞത്. മൂപ്പരെ ബാക്കി ചോദിക്കുന്നുണ്ട്, കേൾക്കാം നമുക്ക്. ചില വിഷങ്ങളൊക്കെ ഏൽക്കില്ല. ഏതൊക്കെയാണ് ആ വിഷങ്ങൾ? പാമ്പിൻ്റെ വിഷം പെടുമോ? നമ്മുടെ നാട്ടിൽ കിട്ടുന്ന വേറെ പല ഐറ്റം എന്തൊക്കെയാണ്? ഒരു പേരില്ല, ഒരു സൈനൈഡ്, അങ്ങനത്തെ ഐറ്റം പെടുമോ? അതിൽ വേറെ വല്ലതാണോ? മൂട്ടപ്പൊടിയാണോ? എന്തൊക്കെയാണ് പെടുക? ഒന്ന് പറഞ്ഞു തന്നാൽ മതി. ഒരാൾ അജുവ കാരക്ക കഴിച്ചിട്ട് പിന്നെ അന്ന് കുറച്ച് മൂട്ടപ്പൊടി എടുത്ത് കഴിച്ചു, ഒരു കുഴപ്പമുണ്ടാവില്ല, അങ്ങനെയാണോ? കുറച്ച് ഫുരിഡാൻ വാങ്ങി കഴിച്ചു, അങ്ങനെയാണോ? കണ്ടോ സഹോദര, എവിടെ എത്തിയവരൊക്കെ? എന്നിട്ട് ചോദിക്കുക, ഞങ്ങളെവിടെ നിഷേധിച്ചു, ഞങ്ങളെവിടെ നിഷേധിച്ചു എന്നാ. പണ്ട് ഒരാൾ മറ്റൊരു ചങ്ങനെ എന്തോ തോന്നിയ ദിവസം വിളിച്ചു പറഞ്ഞു. അപ്പം അത് വലിയ വിഷയമായി. അതിന് അവസാനം മദ്യം പറയാൻ വേണ്ടി വിളിച്ചു കൂട്ടി. അപ്പം ഒറ്റ ഞാൻ വലിയ മദ്യം ഒന്നും ആവശ്യമില്ല. അല്ല, നിങ്ങൾ വരിയൊക്കെ വിളിച്ചു കൊണ്ടു ഇവിടെ നിന്ന് ഞാൻ എന്ത് പിന്നെ ഞാൻ എന്താണ് ഓനെ പറ്റി പറഞ്ഞു ചോദിച്ചു. അവിടെ പറയാൻ പറ്റൂല. എന്തും മഹാരാഷ്ട്ര ഓനെ പറ്റി പറഞ്ഞു ചോദിച്ചു എന്ന് പറഞ്ഞ മാതിരിയാണ്. ഞങ്ങളേത് നിഷേധിച്ചു എന്നാ ചോദിക്കുന്നത്. എന്താണ് ഇത്? മൂട്ടപ്പൊടിയാണോ? അല്ല പാറ്റപ്പൊടിയാണോ? അല്ല കുരുടാനാണോ? സഹോദരന്മാർ, നബി തങ്ങൾ പറഞ്ഞ ഒരു കാര്യത്തിനോടായി ചോദ്യം. ഇത് വഹ്യു പ്രകാരം നബി തങ്ങൾ പഠിപ്പിച്ച കാര്യമാണ്. അവിടെ നബി തങ്ങൾ പറഞ്ഞു, അവന് ഏൽക്കുകയില്ല, പ്രയാസപ്പെടുത്തുകയില്ല, സുമ്മും വലാ സിഹർ, സുമ്മും ഏൽക്കുകയില്ല, സിഹറും ഏൽക്കുകയില്ല. അപ്പം പിന്നെ മൂപ്പരെ കണ്ടെത്തുന്നത് എല്ലാ വിഷം ഏൽക്കൂല നിങ്ങളും പറയുന്നുണ്ടല്ലോ, അത് നിങ്ങൾക്ക് എവിടുന്നേ കിട്ടില്ല. എല്ലാ വിഷം ഏൽക്കൂല, ചില വിഷക്കെ ഏൽക്കുള്ളൂ. അപ്പം നിങ്ങളും പരിശോധിച്ചില്ലേന്നാ? അല്ല, അദ്ദേഹം ചോദിക്കട്ടെ, ബാക്കി പറഞ്ഞുതരാം. സംസം വെള്ളത്തിൻ്റെ എല്ലാ മഹത്വവും, അതിനുള്ള എല്ലാ മഹത്വവും അംഗീകരിക്കുന്നവരാണ് എല്ലാ മുജാഹിദുകളും. എന്നാൽ നിങ്ങൾ പറയുന്ന രോഗശമനം അടക്കമുള്ള കാര്യങ്ങളിൽ പൊതുവിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൽ അത് അപ്പുറപ്പുറമൊന്നുമില്ല, എല്ലാ പുറത്തും അതിൽ വ്യത്യസ്ത വീക്ഷണങ്ങളുള്ള ആൾക്കാരുണ്ട്. നമ്മളതുകൊണ്ടാണ് പറഞ്ഞത്. അതും എന്താണ് വിഷയം? ഇവിടുത്തെ ദുന്യാവിലെ കാര്യം പറഞ്ഞത്, അജുവ കഴിച്ചാൽ രോഗം അല്ല, സംസം കഴിച്ചാൽ രോഗം വരില്ല, രോഗം ഭേദമാകും. അജുവ കാരക്ക വാക്സിനാണ്, മറ്റേത് മെഡിസിനാണ്. അത് വ്യത്യാസം മനസ്സിലായല്ലോ. അജുവ എന്താണ്? വാക്സിനാണ്, എന്നാൽ പ്രതിരോധ പരിപാടിയാണ്.
നേരത്തെ തന്നെ കൊടുക്കണം. മറ്റതോ രോഗം വന്നിട്ട് കുടിക്കണം. ആയിക്കോട്ടെ, ഏതൊക്കെ രോഗത്തിനാണ് പറ്റുക അത് പരിശോധിക്കണ്ടേ? അപ്പം കണ്ടു, ഏതൊക്കെ രോഗത്തിന് പറ്റും അത് പരിശോധിക്കണ്ടേന്നാ. അപ്പം നബിതങ്ങൾ പറഞ്ഞാൽ പിന്നെ പരിശോധിക്കാൻ നമ്മളാരാ സഹോദരന്മാർ? അത് എല്ലാത്തിനും പറ്റും, എല്ലാത്തിനും പറ്റും, എല്ലാ വിഷത്തിനും പറ്റും, ഏതിനും പറ്റും. നമ്മളെ വക പരിശോധിക്കാൻ പോകേണ്ട കാര്യമില്ല. അവിടെ സുമ്മേൽക്കയില്ല, സിഹറേൽക്കയില്ല. അപ്പം പിന്നെ എല്ലാ വിഷവുമാണോ എന്ന ചർച്ച ഉണ്ടോ? ഉണ്ട്, പണ്ഡിതന്മാർക്കുണ്ട്. അതെങ്ങനെ ഉണ്ടായത്? സുമ്മ എന്ന പദം ഏതിനൊക്കെ ഉപയോഗിക്കും അതാ ചർച്ച. അത് നബി പറഞ്ഞാൽ പിന്നെ അത് ഞാൻ അപ്പുറപ്പുറം ഉണ്ടോന്നുള്ളതല്ല. ഹദീസ് ഉപയോഗിച്ച പദം ഏതാ? സുമ്മുൻ എന്ന പദമാണ്. അപ്പോൾ സുമ്മ എന്ന പദം ഉപയോഗിച്ചാൽ എല്ലാത്തരം വിഷത്തിനും സുമ്മ എന്ന് പറയുമോ? അതല്ല. ചില ജന്തുക്കൾ, തേള്, കരിക്കുന്നന്, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ വിഷങ്ങളുള്ള എന്നാൽ ആളെ കൊല്ലാത്ത രൂപത്തിലുള്ള വിഷത്തിനാണോ സുമ്മ എന്ന് പറയുക? കൊല്ലുന്നതാണെങ്കിൽ സുമ്മുൻ ഖാത്തിൽ, കൊല്ലുന്ന വിഷം പ്രത്യേകം പ്രയോഗിക്കലുണ്ട്. അവിടെ ഇവിടെ സുമ്മുൻ എന്ന് മാത്രം പറഞ്ഞത് കൊണ്ട് എല്ലാ വിഷയത്തിനും ബാധകമാണോ അതല്ല ചിലതിന് മാത്രമാണോ എന്ന് മുൻഗാമികൾ ചർച്ചയാണ്. നമ്മൾ കൊടുക്കുന്നതല്ല. ഇബ്നു ഖയ്യിം റഹിമഹുല്ല ആ അഭിപ്രായക്കാരാണ്. എല്ലാ വിഷത്തിനും ബാധകമല്ല, ചില വിഷങ്ങൾക്കാണ്. ഇബ്നു അസ്ഖലാനി റഹിമഹുല്ല അതിന് ഗണ്ണിക്കുകയും എല്ലാ വിഷത്തിനും അത് ബാധകമാണ്. കാരണം എന്താ? സുമ്മുൻ എന്ന് നബിതങ്ങൾ പൊതുവായി പറഞ്ഞു. അത് നെക്കിറയാണ്. ഫീ സിയാഖിൻ നഫ്ഇ, നിഷേധത്തിൻ്റെ പശ്ചാത്തലത്തിൽ നെക്കിറയായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അറബി നിയമപ്രകാരം അതിന് വ്യാപകാർത്ഥം കിട്ടുന്നതാണ്. അതിപ്പോൾ കരിമ്പിലാക്കൾ പറഞ്ഞിട്ട് കാര്യമില്ല, പോട്ടെ. എന്താണെങ്കിലും സുമ്മുൻ, ഒരു സുമ്മും ഏൽക്കുകയില്ല എന്നപ്പം അർത്ഥം. ഒരു സുമ്മും അവനെ ഏൽക്കുകയില്ല. എന്നിട്ട് ഇമാം അസ്ഖലാനി പറയാണ്, ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് എല്ലാ സുമ്മുമല്ല, ചില സുമ്മ് മാത്രമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഇനി സുമ്മ് എല്ലാം അല്ല എന്ന് സമ്മതിച്ചു കൊടുത്താൽ, എല്ലാ സുമ്മും അല്ല എന്ന് സമ്മതിച്ചു കൊടുത്താൽ ഫമാ യഫ്അലു ഫി സിഹർ, സിഹിറിൻ്റെ കാര്യത്തിൽ പിന്നെ ഓരെന്താ ചെയ്യാൻ? കാരണം എന്താ? ഒലാ സുമ്മുൻ വലാ സിഹിറുൻ എന്നാണല്ലോ. സുമ്മും ഏൽക്കൂല, സിഹിറും ഏൽക്കുകയില്ല. അപ്പം ചില സുമ്മാണ് ഏൽക്കാത്തത് വന്നാൽ ചില സിഹിറെ ഏൽക്കാത്തുള്ളൂ എന്ന് പറയേണ്ടി വരൂലേ? അതുകൊണ്ടത് പറയാൻ പറ്റൂല. അപ്പം എല്ലാ സുമ്മും ഏൽക്കും, എല്ലാ സുമ്മുനും എല്ലാ സിഹറും ഇത് പ്രതിരോധമാണ് എന്നാണ് ഇമാം അസ്ഖലാനി ഫത്ഹുൽ ബാരി സ്ഥാപിച്ചത്. വേറെ തമാശ ചോദിച്ചാൽ ഈ ഒരു വാചകം കഴിഞ്ഞ ശബാബിൽ കൊടുത്തിട്ടുണ്ട്. ഇമാം അസ്ഖലാനി ഫത്ഹുൽ ബാരി പറഞ്ഞ ആ ഒരു വാചകം അത് മാത്രം കൊടുത്തിട്ട് അദ്ദേഹം പറയുകയാണെന്ത്, ഇവിടെ ഈ പറഞ്ഞ പ്രയോഗം ഏത്? ഫമാ യഫ്അലു ഫി സിഹർ എന്ന് പറഞ്ഞല്ലോ. ഫമാ യഫ്അലു ഫി സിഹർ അഥവാ സുമ്മിൽ നിങ്ങൾ വ്യാപകാർത്ഥം കൽപ്പിക്കുന്നില്ലെങ്കിൽ സിഹിറിൻ്റെ വിഷയത്തിൽ പിന്നെ നിങ്ങൾ എന്താണ് ചെയ്യുക എന്നാണ് ചോദിക്കുന്നത്. ആ ഇബാർത്ത് കൊടുത്തിട്ട് ഇവിടെ അർത്ഥം കൊടുത്തെന്നറിയോ? അപ്പോൾ അജവ സിഹിറിനെ എന്തു ചെയ്യാനാണ്? ഫത്ഹുൽ ബാരി അജവ സിഹിറിനെ എന്തു ചെയ്യാനാണ്? സംഭവം എന്താ? അദ്ദേഹം കൊടുത്തെന്താണ്? സുമ്മ നിങ്ങൾ എല്ലാം ഇല്ല എന്ന് പറയുകയാണെങ്കിൽ സിഹിർ നിങ്ങൾ എന്താ ചെയ്യാന്ന? അത് നേരെ എന്താക്കി അജബ സിഹിറിന് എന്താ ചെയ്യുക എന്ന് ഫത്ഹുൽ ബാരി പറയുന്നുണ്ട്. അതുകൊണ്ട് ഇമാം അസ്ഖലാനി അടക്കം പറഞ്ഞത് അജബ കൊണ്ട് സിഹിറിന് കാര്യമൊന്നുമില്ല എന്നാണ്. ഇതാണ് ശബാബിൻ്റെ നിലവാരം. ആവട്ടെ, നമുക്ക് വേറെ പറയാനുണ്ട്. അപ്പം എന്തായിരുന്നാലും അജബ കാരക്കയും സംസം വെള്ളവും ഇത്രയേറെ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടും 1400 കൊല്ലം മുസ്ലിം ഉമ്മത്ത് സ്വീകരിച്ചു പോന്നിട്ടും അത് സ്വീകരിക്കാൻ ഇവർക്ക് സാധ്യമല്ല. പിന്നെ മയപ്പെടുത്താൻ നോക്കുക. അത് പുറപ്പുറമൊന്നുമില്ല, എല്ലാ മുജാഹിദിനും പറയപ്പാടില്ല. അങ്ങനെ നിങ്ങളെ മുജാഹിദിനേ ഉള്ളൂ, അത് നിങ്ങളെ മുജാഹിദിനേ ഉള്ളൂ. സംസത്തിലും അജുബയിലും ഇപ്പം തർക്കം നിങ്ങളും മറ്റു മുജാഹിദും തമ്മേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ മറ്റൊരുങ്ങളൊപ്പം കൂടിക്കൂടായില്ല. അതിന് ജിന്നെ ഇറങ്ങുമല്ലേ നമ്മൾ നോക്കുക, അപ്പം തീരുമാനമാക്കുക. ഇപ്പം ജിന്നെ കയറിക്കുകയാണല്ലോ, അത് ഇറങ്ങുമല്ലേ നോക്കിയിട്ട് ഇനി അജുവ പറ്റുമോ, സംസം പറ്റുമോ, റുഖിയ പറ്റുമോ എന്നൊക്കെ നോക്കാം. പേരാ റുഖിയൊക്കെ പറ്റുമോ, ഉസ്താദുമാരൊക്കെ ഒപ്പം ഉണ്ടല്ലോ, അതിൽ നോക്കാം നമുക്ക് ഇറക്കാൻ പറ്റുമോ, ഇറങ്ങി പോകുമെന്നൊക്കെ